കർത്താവായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹം പ്രതീക്ഷ വന്നിരിക്കുന്ന ഈ ദാസനെ അങ്ങയുടെ അനുഗ്രഹത്തിൽ ചേർക്കുകയും പ്രസാദത്താൽ പ്രകാശിക്കുകയും ചെയ്യണമേ. ജലത്താലും പരിശുദ്ധാത്മാവിലും വീണ്ടും ജനിച്ച് പിതാവിനെ അങ്ങയെ വിളിക്കുവാൻ ഈ ശിശുവിനെ അർഹനാക്കണമേ. ഈ കൂദാശ യോഗ്യത പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നതിനെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിച്ച് നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾ തുറന്നു കിട്ടും എന്നറിയിച്ച കർത്താവേ, നിന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസനിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കെന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദീസാ ജലത്തിലൂടെ പാപക്കറകൾ കഴുകി ഈ ശിശു പുതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ ഭൗതിക ശരീരത്തിലെ അവയവമായി തീരുന്ന ഈ ദാസൻ കൂദാശയുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികവുമായി വളരുവാൻ ഇടയാകട്ടെ. ഈ ദാനത്തെ പ്രതി ഈ ദാസനോടൊത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഐസക് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ഞാൻ നിന്നെ ലേപനം ചെയ്യുന്നു. ശംശികായുടെ പരിശുദ്ധ സുവിശേഷം. ഫരിസേയൻ നിക്കോദെമോസ് പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിന്റെ അടുത്തെന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണ് നിങ്ങൾ അറിയുന്നു. ദൈവം കൂടിയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന അടയാളങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. നിക്കോദെമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇത് എങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവൻ ജനിക്കുവാൻ കഴിയുമോ? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ ജനിക്കുന്നത് ആത്മാവും. നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വന്നെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. തിരുസഭയുടെ അംഗമായിരിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ ശിശുവിനെ ആത്മീയവും ഭൗതികവുമായ എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനസ്ഥാന മാതാപിതാക്കൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മുഴുവൻ തലവനായ ഞങ്ങളുടെ പ്രസിദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായി, ഞങ്ങളുടെ സഭയുടെ പിതാവ് പരമമായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ പുത്രനായി, ഞങ്ങളുടെ പിതാവ് പിതാവിഷന്മാർ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകളും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖയെ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. ഐസക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഞാൻ നിന്നെ ലേപനം ചെയ്യും.
ഐസക് പിതാവിൻ്റെയും ആമേൻ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ മാർഗദീപമായിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ആത്മാവിനാൽ ഇവനെ നിറയ്ക്കണമേ. ക്രിസ്തീയ ജീവിത പൂർണ്ണതയിലേക്ക് ഇവൻ വളരട്ടെ. ഐശ്വര്യകാലത്ത് അങ്ങയെ വിസ്മരിക്കാതിരിക്കുവാനും ക്ലേശങ്ങളിൽ അങ്ങേ അഭയം നൽകുവാനും ഇവന് കഴിയുമാറാകട്ടെ. ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷിയായി ജീവിച്ച് മരണശേഷം നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ ഇവനെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സ്നേഹമുള്ളവരെ, തുടർന്ന് ഐസക് സ്ഥൈര്യത്തിൽ നിന്നുള്ള ഉദാഹരണനായി വിശ്വാസം സ്ഥിരീകരിക്കപ്പെട്ട് വിശ്വാസ സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗ്ഗമാകുന്നു ഭൂമിയിൽ നഗരിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പുമാറ്റിടും ചന്ദ്രമേറുന്ന ദീപമേ. കേടുവാത്മാവിൽ ആശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പ്രിയ സഹോദരരെ, ജീവിതാവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസനെ മുദ്രനാക്കണമേ. ആഭാപിതാവിൻ അങ്ങേ വിളിക്കുവാൻ പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെ ഈ ദാസന് നൽകണമേ. കയ്യൊപ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷസാക്ഷ്യം വഹിക്കുന്ന ഞങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനം ക്ഷമയും ധൈര്യം നന്മയും വിശ്വസ്തയും സൗമ്യതയും ആത്മാസംയമനവും ഇവനിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ ദാസനെ ഇടയാക്കണമേ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഐസക് ഇതാ പരിശുദ്ധാത്മാവിനെ ഈ ലേഖനം വഴി സ്വീകരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നു. ഐസക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് ലേഖനം ചെയ്യുന്നു.
ആമേൻ. മാമോദീസായിലൂടെ ദൈവമക്കളുടെ പദവിയിലേക്ക് നമ്മെ ഉയർത്തി ദൈവം വാഴ്ത്തപ്പെടുവാനാകട്ടെ. തിരുസഭയുടെ വിശ്വസ്ത പുത്രനായി ജീവിക്കുവാൻ അവർ നിന്നെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നീ എന്നും സുവിശേഷ സാക്ഷ്യം വഹിക്കുന്ന ധീരപ്രേക്ഷിതനാകട്ടെ. സ്വർഗ സൗഭാഗ്യവകാശാകുന്നവരെ ആപത്തുകളിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ ബലവും നൽകി അവിടുന്ന് സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന്റെ സേവനമാർഗമായി തീരുവാൻ ദൈവം തന്നെ യോഗ്യനാക്കട്ടെ. ഈ തിരുകർമ്മത്തിൽ സംബന്ധിച്ച് എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വീകരിച്ചു, മാമോദീസ സ്വീകരിച്ചു. ഇനീഷ്യൽ സാക്രമെന്റ്സ് എന്ന് പറയുന്ന 3 ഉദാശകളാണ് ഒരുമിച്ച് സ്വീകരിക്കുക. ഇനി ആഘോഷമായ ദിവ്യാന സ്വീകരണം പിന്നീടുണ്ടാകും. ഇന്നു മുതൽ ക്രിസ്തു ഐസക്കിൽ ജീവിക്കുകയാണ്. നമുക്കെല്ലാവർക്കും പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പ്രത്യേകം ഐസക്കിനെ നമുക്ക് അഭിനന്ദിക്കാം, കൈ അടിക്കാം. കേട്ടോ 1 2 3. ഓക്കെ, ഇനി നിങ്ങളോടല്ലോ ഒറ്റ സെക്കൻഡ്. ഓക്കെ, എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കോളോ. 1 2 3. ശിശുവിനെ തോന്നുന്നു അമ്മയ്ക്ക് നമ്മൾ കൈമാറാണ്. അമ്മ നിങ്ങൾ മാത്രമല്ല ഈ ആസിനോട് ജോണി കൊണ്ട് വരാം. അമ്മയും കൂടെ വയ്ക്കാം, അമ്മയും കൂടെ വയ്ക്കാം. അമ്മ അമ്മ ഇങ്ങോട്ട് വയ്ക്കാം കേട്ടോ. 1 2 3. നീ പക്കേ നോക്കി മാറിക്കണം. നിങ്ങൾ മാത്രം തീർന്നിട്ടില്ല. ഇങ്ങോട്ട് വായിക്കണോ? ഓക്കെ, 1 2 3. ഇത് സുജയൻ ജെഫി കൊച്ചുമാ. നിങ്ങൾ രണ്ടുപേരും മാറിക്കും. അത് ഇത്ര നേരം സുഖമായിട്ട് ഉറങ്ങിയിട്ട് ഇപ്പോൾ എണീറ്റല്ലേ? സാറിന് കാറി വിളിക്കുന്നതാണ് ആൾക്കാർ. ഓക്കെ, ഇങ്ങോട്ട് വായിക്കാം കേട്ടോ. 1 2 3. കൂടെ പോലെ പോലെ ഓക്കെ, ഇങ്ങോട്ട് വയ്ക്കും കേട്ടോ. 1 2 3. ഒന്നുകൂടെ ഒറ്റ പോട്ടെ. കർത്താവായ ഈശോയെ ഞങ്ങൾ എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നേ ദിവസം ഇതാ യേശുവിനെ സ്വീകരിച്ച് മാമോദീസയിലൂടെ കത്തോലിക്കാ സഭയിൽ അംഗമായി തീർന്നിരിക്കുന്ന
ഐസക്കിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന ദൈവമേ, അവർക്ക് ജന്മം നൽകിയ മാതാപിതാക്കളായ ജഫീനിരിക്കുന്ന ഈ കുഞ്ഞ് ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വന്ന് അങ്ങേക്കും സഭയ്ക്കും സമൂഹത്തിനും നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ ശക്തി നൽകണമേ. കർത്താവ് ദൈവമേ, അങ്ങ് സഖ്യയൂസിന്റെ ഭവനത്തിൽ കടന്നു വന്ന് ആ ഭവനത്തെ അനുഗ്രഹിച്ചതുപോലെ ഈ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ. അമ്മയെ മാതാവേ കൃത്യമായി അപേക്ഷിക്കണമേ. ആമേ. ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇനി അടുത്ത പരിപാടി കേക്ക് കട്ടിങ്. അടുത്ത നിങ്ങൾക്ക് ആൾക്കാരൊക്കെ ആരൊക്കെയാണെങ്കിൽ കേക്ക് കട്ടിങ്. റെഡി റെഡി റെഡി. ഓക്കെ. ചേട്ടന്മാർക്ക് കൊടുക്ക്, ചേട്ടന്മാർക്ക് കൊടുക്ക്. ഹലോ, take a small piece. Not you. Here. എല്ലാവരും ഇങ്ങോട്ട് നോക്കിയോ. 1 2 3. നിങ്ങൾ തന്നെ നിൽക്കാം. ശരിയെന്നോ. 1 2 3. ഓക്കെ, ഇത് സമയം കൊടുത്തോളൂ. ഹലോ, ഫുഡ് കഴിക്കാട്ടാ. ആ കുട്ടികൾ തന്നെയാണ് നിങ്ങൾ വെറുതെ അതെ. തുടങ്ങിയോ? ഭാര്യ എടുക്കില്ല, ഭാര്യ ഭാര്യയുടെ മാത്രം ഇപ്പൊ അത് കേട്ടില്ല ഞാൻ. വിനോദം മാത്രം കിട്ടുന്ന എനിക്കറിയാം. വായിക്കുന്നു അതെ